ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. എൻ്റെ രീതിയാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിപ്പോൾ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം വെജിറ്റബിൾസ് വേണം. അതിന് ക്യാബേജ്, ബീൻസ്, സവാള, ക്യാപ്സിക്കം, ക്യാരറ്റ് ഇത്രയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇനി നമുക്ക് കുറച്ച് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം അതൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ കുഞ്ഞു കുഞ്ഞു പീസാക്കി ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. കുരുമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. നമുക്കപ്പോൾ അരി തിള വന്നിട്ടുണ്ട്. നമുക്ക് പാകമെന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് വെന്ത് പോകണ്ട കേട്ടോ. നമ്മളിനി മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഉടഞ്ഞു പോകും. അപ്പോൾ ആവശ്യത്തിന് ഒരു വേവ്. നമുക്ക് അടുത്തായിട്ട് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിന് നമ്മൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓയിലിലോട്ട് എല്ലാ വെജിറ്റബിൾസും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സോൾട്ടും ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ വേഗം ഒന്ന് വരുമല്ലോ. പിന്നെ നമുക്കൊരു വേറൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് ബട്ടറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ടർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ നമുക്ക് അതും ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലോട്ട്. ഞാൻ മാഗി മസാല ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ഒന്ന് ഇച്ചിരി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമേ. നമുക്ക് അടുത്തായിട്ട് മുട്ട നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം. ഞാനിപ്പോൾ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം കേട്ടോ. അതും ഓയിലിൽ തന്നെയാണ് ഞാൻ ചെയ്തത്. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ അളവിലാണ് സോസ് രണ്ടും ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചില്ലി സോസ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിലാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അതുപോലെ തന്നെ അളവിൽ 1 ടീസ്പൂൺ സോയാ സോസും ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് നമുക്കിതിലോട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമുക്ക് മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ആഡ് ചെയ്യാം. ഞാൻ മല്ലിയിലൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. നന്നായിട്ടൊന്ന് റൈസും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയാവും. അപ്പോൾ എല്ലാവരും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാവും. എന്നാലും എൻ്റെ രീതിയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ.